ഹലോ മുത്തുമണികളെ, നമുക്കിന്ന് ഒരു മുട്ട പൊരിച്ചാലോ? രുചിയുള്ള ഒരു മുട്ട പൊരിക്കാം. വേണ്ടിയിട്ട് ഞാൻ 3 നാടൻ മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഇത് ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതാ കുനുകുനാന്ന് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ്. തീരെ നൈസായിട്ടാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഒരു സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അടുത്തത് കുനുകുനാന്ന് അരിഞ്ഞിരിക്കുന്ന ക്യാരറ്റ് ആണ്. ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. ഒരു ചെറിയ ക്യാരറ്റ് ആണ് എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ചെറിയതായിട്ട് അരിഞ്ഞ പച്ചമുളകാണ്. 2 പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് മല്ലിയില. ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. മുട്ട നന്നായിട്ട് പതഞ്ഞു വരുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് എല്ലാം കൂടെ ബ്ലെൻഡായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ദാ ആവശ്യത്തിനുള്ള കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. നട്ട്സ് ചേർത്ത് കൊടുക്കാം. ദാ നട്ട്സ് ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ 3 മുട്ട, ചെറുതായിട്ടരിഞ്ഞ സവാള, ചെറുതായിട്ടരിഞ്ഞ ക്യാരറ്റ്, പച്ചമുളക്, മല്ലിയില, കടലപ്പരിപ്പ്, അണ്ടിപ്പരിപ്പ്, ഇത്രയും കൂടെ ഉപ്പ്, ഇത്രയും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഓക്കെ, ഇതാ എല്ലാം കൂടെ സെറ്റ് ആയിട്ടുണ്ടേ. മുത്തുമണികളെ, മുട്ട പൊരിക്കാനുള്ളതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ കത്തിച്ചു കൊടുക്കാം. ഇനി നമുക്ക് പാൻ വെച്ച് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. ദാ ഒന്നുകൂടെ കണ്ടോ? മുത്തുമണികളെ, നമ്മുടെ മുട്ട ഒന്ന് നോക്കാം. എന്റെ പൊന്നാര മുത്തുമണികളെ, നമ്മുടെ മുട്ട അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ. ക്യാരറ്റിന്റെയും സവാളയുടെയും പച്ചമുളകിന്റെയും വെളിച്ചെണ്ണയുടെയും എല്ലാത്തിനെയും നല്ല മണം പറയാൻ വയ്യ. അത്രയ്ക്ക് സൂപ്പറാണ് കേട്ടോ. നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ ഫുഡൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു മുട്ട, ക്യാരറ്റ്, സവാള ഇതൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് മുട്ട പൊരിച്ചിട്ട് നന്നായിട്ട് അങ്ങ് കഴിക്കുക. വിശപ്പും മാറും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണിത്. ഹലോ മുത്തുമണികളെ, നമ്മുടെ മുട്ട ഫ്രൈ കണ്ടോ? സൂപ്പർ ആയിട്ടുണ്ട്. അലുവ കണ്ടി എടുത്തതുപോലെ ഉണ്ട്. അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആണ്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. എന്റെ പൊന്നു റബ്ബേ, അടിപൊളി ടേസ്റ്റ്. എനിക്കിതാ തുള്ളിച്ചാണെന്ന് തോന്നുക. അത്ര സൂപ്പർ. ഫസ്റ്റില് ഞാൻ അണ്ടിപ്പരിപ്പിലാണ് കഴിച്ചത് കേട്ടോ. അണ്ടിപ്പരിപ്പിലാണ് ഞാൻ ഫസ്റ്റില് കഴിച്ചത്. സൂപ്പർ. അടിപൊളി ടേസ്റ്റ്. കുട്ടികൾക്ക് രാവിലെ സ്കൂളിൽ പോകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇത് ഉണ്ടാക്കി കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ അവർ രുചിയോടെ സന്തോഷത്തോടെ കഴിക്കും.
വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് ഉമ്മച്ചി ഉമ്മച്ചി എനിക്കിത് രാവിലെ ഉണ്ടാക്കി തന്നത് ഇപ്പോൾ ഉണ്ടാക്കി തരുമോ എന്നവർ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? കുട്ടികൾക്ക് എത്ര മുട്ട കഴിക്കാത്ത കുട്ടികളും ഇത് കഴിച്ചു പോകും. അപ്പൊ ഉറപ്പായിട്ട് നിങ്ങൾ ഉണ്ടാക്കി കഴിക്കുക, കുട്ടികൾക്കും കൊടുക്കുക, എല്ലാവർക്കും കൊടുക്കുക. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.